പാടും പൂങ്കുയിൽ പാടും അമ്പേറ്റ് വീണ. അയ്യോ, ഇതെന്ത് പറ്റി? പ്രസവ വേദന. സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്. എന്തിന്? വേടന്റെ അമ്പേറ്റ് വീണ ഇടക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു. ആ വേദനയിൽ തേങ്ങിക്കരഞ്ഞ് മാ നിഷാദ എന്ന് പാടിയ ആദി കവിയുടെ ഹൃദയം ഞാനിന്ന് കണ്ടു. എവിടെ വെച്ച് കണ്ടു? നീ സിനിമയ്ക്ക് പോയടാ. ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി. പിടഞ്ഞ് പിടഞ്ഞൊന്നുമല്ല മരിച്ചത്, മോളിൽ നിന്ന് വീണപ്പോഴേ ചത്തിരുന്നു. നീയായിരുന്നു ആ കാട്ടാളൻ. കാട്ടാളൻ കൃഷ്ണപ്പണിക്ക്. അതാര്? നിന്റെ തന്ത. കേൾക്ക്, അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദി കാവ്യമുണ്ടായി. ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമ കാവ്യം ജനിക്കുകയാണ്. സർഗവേദനയിൽ ഞാൻ കിടന്ന് പുഴയുകയാണ്. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട ടൈമായി. ഷോക്ക? പോടാ. ഒരു കവിയുടെ ആത്മനൊമ്പരം നിനക്ക് മനസ്സിലാവില്ല. അമ്മായി, സുഭദ്രമായി, എവിടെ പോയി കിടക്കുക? അമ്മായി, രാവിലെ ഇത് ഏതായി കുരിശ്? രാധ, ദേവകിയുടെ മോളാ. ഓ, ഞാൻ കുഞ്ഞിലെ എങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? എന്റെ കുമാരേട്ടൻ ഇവിടെ? ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ഓ, എനിക്കത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരങ്ങ് വളർന്നു പോയിട്ട് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വിളിച്ചേ. ഇനി ഞാനും തിന്നോട്ടെ. എന്താ അത്? ഇതോ, നാരങ്ങ മുട്ടായി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ അച്ഛൻ ചത്തുപോയ നാരായണൻകുട്ടി മാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമുട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത് എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ എടുത്ത് തന്നാ മതി. ഞാനിന്ന് വന്നാലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസത്തിന് അങ്ങനൊന്നുമില്ല, ഒരു 2-3 മാസം. അയ്യോ, അത്